എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ് ആണ്. വേദികൾ എന്ന ഈ ഒരു ഭാഗത്ത് നിന്ന് ഇനി വരുന്ന PSC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം G20 ഉച്ചകോടിയെ പറ്റി നോക്കാം. G20 ഉച്ചകോടി. ഇവിടെ G20 എന്നുള്ളതിൽ G കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ഓഫ് 20 ഇതാണ് G20. ഗ്രൂപ്പ് ഓഫ് 20 അതാണ് G20. 2025 G20 ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ്. ജോഹന്നാസ്ബർഗ് എന്ന് പറയുമ്പോൾ അത് സൗത്ത് ആഫ്രിക്കയിലാണ് ഉള്ളത്. സൗത്ത് ആഫ്രിക്കയിലാണ് ജോഹന്നാസ്ബർഗ് ഉള്ളത്. 2025 G20 ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ് ആണ്. ഇതിനൊരു പ്രത്യേകത എന്ന് പറയുമ്പം ഏഷ്യ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ G20 ഉച്ചകോടിയാണ് ജോഹന്നാസ്ബർഗിൽ നടന്നത്. ഏഷ്യ ഭൂഖണ്ഡത്തിലെ ആദ്യത്തെ G20 ഉച്ചകോടിയുടെ വേദിയാണ് 2025 ജോഹന്നാസ്ബർഗ് G20 ഉച്ചകോടി. 2026 G20 ഉച്ചകോടിയുടെ വേദി അമേരിക്ക. 2027 വേദിയായിട്ട് തീരുമാനിച്ചിട്ടുള്ളത് യുണൈറ്റഡ് കിങ്ഡം UK ആണ് 2027 വേദിയായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. 2025 G20 ഉച്ചകോടിയുടെ വേദി ജോഹന്നാസ്ബർഗ്. 2026 G20 ഉച്ചകോടിയുടെ വേദി അമേരിക്ക. പിന്നെ 2024 കാര്യം ഒന്ന് പഠിച്ചു വച്ചേക്കാം. 2024 റിയോ ഡി ജനീറോയാണ് 2024 G20 ഉച്ചകോടിയുടെ വേദി. ഇവിടെ G20യുമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. G20യുടെ ആകെ അംഗസംഖ്യ എന്ന് പറയുമ്പം 21 ആണ്. G20യിൽ ആകെ 21 മെമ്പേഴ്സ് ഉണ്ട്. ഇതിൽ 19 രാജ്യങ്ങളുണ്ട്. 19 രാജ്യങ്ങൾ. പിന്നെ യൂറോപ്യൻ യൂണിയൻ ഉണ്ട്. അതുപോലെ തന്നെ ആഫ്രിക്കൻ യൂണിയൻ എന്നിവ ചേരുന്നതാണ് G20 എന്നുള്ളത് കൂടി ഉദ്ദേശിക്കുന്നത്. അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള ഏറ്റവും വലിയ കൂട്ടായ്മയാണ് G20. അന്താരാഷ്ട്ര സാമ്പത്തിക സഹകരണത്തിനുള്ള ഏറ്റവും വലിയ കൂട്ടായ്മയാണ് G20. ഇനി അടുത്തത് ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി. ഇവിടെ 2025 വേദി സൗത്ത് കൊറിയ. 2026 വേദി അസർബൈജാൻ. ഈ രണ്ട് കാര്യങ്ങളാണ് നിങ്ങൾ പ്രധാനമായിട്ടും പഠിച്ച് വയ്ക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. 2025 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി സൗത്ത് കൊറിയ. 2026 ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ വേദി അസർബൈജാൻ. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇപ്പോഴത്തെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. ഇപ്പോഴത്തെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. പിന്നെ ലോക പരിസ്ഥിതി ദിനം ജൂൺ 5 ആണ്. ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. ഇത് നമുക്ക് ഒട്ടുമിക്ക പേർക്കും അറിയാവുന്ന കാര്യമാണ്. അതിൻ്റെ കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ പഠിച്ച സമയത്തെല്ലാം ജൂൺ 5 വൃക്ഷത്തിൻ്റെ തൈകൾ തരും. നമുക്ക് വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വൃക്ഷത്തിൻ്റെ തൈ തരുന്നത് ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം ജൂൺ 5. പിന്നെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് 3 അന്താരാഷ്ട്ര സംഘടനകളെ പറ്റി കൂടെ നമുക്ക് നോക്കാം. ഒന്ന് WWF. എന്താണ് WWF? വേൾഡ് വൈഡ്
ഫണ്ട് ഫോർ നാച്ചർ, വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നാച്ചർ എന്നുള്ളതാണ് WWFിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് പറയുമ്പം ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയാണ് WWF. ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയാണ് WWF. ഇതൊന്ന്. രണ്ടാമത്തേത് UNEP. UNEP എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം എന്നുള്ളതാണ് UNEPയുടെ പ്രത്യേകത. ഇതെന്ന് പറയുമ്പം ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ഉള്ള പരിസ്ഥിതി സംഘടനയാണ് UNEP. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ ഉള്ള പരിസ്ഥിതി സംഘടനയാണ് UNEP. പിന്നെ മൂന്നാമത് IUCN. ഇതെന്ന് പറയുമ്പം ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ് IUCNലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ IUCN എന്ന് ഞാൻ പറഞ്ഞു. IUCNന്റെ പ്രത്യേകത എന്ന് പറയുമ്പം വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ലിസ്റ്റ് ഉൾപ്പെടുന്നതാണ് റെഡ് ഡേറ്റ ബുക്ക്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് IUCN ആണ്. അതായത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവികളുടെ ലിസ്റ്റ് ഉള്ള ഒരു പുസ്തകമാണ് റെഡ് ഡേറ്റ ബുക്ക്. ഇത് തയ്യാറാക്കുന്നത് IUCN ആണ്. ഇവിടെ ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പ്രമേയത്തിന് പുറമെ കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. എപ്പോഴും കണക്റ്റിംഗ് ഫാക്റ്റ് നമ്മൾ എടുത്തെടുത്ത് പഠിക്കണം. അപ്പോഴേ നമ്മുടെ ഒരു നോളജ് കുറച്ചുകൂടെ ഡെവലപ്പായി വരുള്ളൂ. ലോക പരിസ്ഥിതി ദിനത്തിൻ്റെ 2025 വേദി സൗത്ത് കൊറിയ, 2026 വേദി അസർബൈജാൻ. പിന്നെ ഇപ്പോഴത്തെ കേന്ദ്ര പരിസ്ഥിതി വകുപ്പ് മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട 3 പ്രധാനപ്പെട്ട സംഘടനകളാണ് WWF, UNEP, IUCN. വേൾഡ് വൈഡ് ഫണ്ട് ഫോർ നേച്ചർ അതാണ് WWF. ലോകത്തിലെ ഏറ്റവും വലിയ പരിസ്ഥിതി സംഘടനയാണ് WWF. UNEP എന്ന് പറയുമ്പം യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം. ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് ഐക്യരാഷ്ട്രസഭയുടെ കീഴിലുള്ള പരിസ്ഥിതി സംഘടന. സംഘടനയാണ് UNEP. IUCN ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ എന്നുള്ളതാണ് IUCNലൂടെ ഉദ്ദേശിക്കുന്നത്. റെഡ് ഡേറ്റ ബുക്ക് തയ്യാറാക്കുന്നത് IUCN ആണ്. ഇനി G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. G7 ഉച്ചകോടി. ഇവിടെ G7 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് 7 എന്നുള്ളതാണ് G7ലൂടെ ഉദ്ദേശിക്കുന്നത്. നേരത്തെ ഞാൻ G20യുടെ കാര്യം പറഞ്ഞു. എന്താണ് G20? ഗ്രൂപ്പ് ഓഫ് 20 എന്നുള്ളതാണ് G20ലൂടെ ഉദ്ദേശിക്കുന്നത്. എങ്കിൽ ഇവിടെ G7 എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് 7. പിന്നെ 2025 G7 ഉച്ചകോടിയുടെ വേദി കനനാസ്കിസ്, കാനഡ. കനനാസ്കിസ് കാനഡ. 2026 വേദി ഫ്രാൻസിലെ എവിയാനിലെ ബെയിൻസ് എന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് 2026 G7 ഉച്ചകോടിയുടെ വേദി. 2025 കാനഡയിലെ കനനാസ്കിസ് എന്ന ആ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ വേദി. 2026 G7 ഉച്ചകോടിയുടെ വേദി ഫ്രാൻസിലെ എവിയാൻ ലെ ബെയിൻസ് എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് ഉള്ളത്.
ലോകത്തിലെ ഏറ്റവും വലിയ വികസിത സമ്പദ് വ്യവസ്ഥകൾ ഉള്ള 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത സമ്പദ് വ്യവസ്ഥ ഉള്ള 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് 7 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7ലൂടെ ഉദ്ദേശിക്കുന്നത്. അടുത്തത് ആസിയാൻ ഉച്ചകോടിയെ പറ്റി നോക്കാം. ആസിയാൻ ഉച്ചകോടി. ആസിയാൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നുള്ളതാണ് ആസിയാൻ എന്നതിലൂടെ ഉദ്ദേശിക്കുന്നത്. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നുള്ളതാണ് ആസിയാൻ എന്നുള്ളതിൽ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇന്ത്യ രാജ്യം ആസിയാനിൽ അംഗം അല്ല എന്നുള്ള കാര്യം സ്പെഷ്യലായിട്ട് പഠിച്ചു വെച്ചോളണം. നമ്മുടെ ഇന്ത്യ രാജ്യം ആസിയാനിൽ അംഗമല്ല. 2025 ആസിയാൻ ഉച്ചകോടിയുടെ വേദി മലേഷ്യയിലെ കോലാലംപൂരിൽ വെച്ചിട്ടാണ് ആസിയാൻ ഉച്ചകോടി നടന്നത്. 2025 ആസിയാൻ ഉച്ചകോടിയുടെ വേദി മലേഷ്യ എങ്കിൽ 2026 ആസിയാൻ ഉച്ചകോടിയുടെ വേദി ഫിലിപ്പീൻസ്. ഈ 2 കാര്യങ്ങൾ പഠിച്ചു വെച്ചോളാം. ആസിയാൻ ഉച്ചകോടിയെ പറ്റി 1-2 അഡീഷണൽ കാര്യങ്ങൾ പറഞ്ഞുതരാം. 1967 ആഗസ്റ്റ് 8 ആസിയാൻ നിലവിൽ വന്നത്. 1967 ആഗസ്റ്റ് 8 ആസിയാൻ നിലവിൽ വന്നത്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായ ജക്കാർത്തയാണ് ആസിയാനിൻ്റെ ആസ്ഥാനം. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്തയിലാണ് ആസിയാന്റെ ആസ്ഥാനം. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ എന്നുള്ളതിലൂടെ ഉദ്ദേശിക്കുന്നത്. ആസിയാനിൽ ആകെ 11 അംഗരാജ്യങ്ങളുണ്ട്. 11 മെമ്പേഴ്സാണ് ആസിയാനിൽ ഉള്ളത്. 11 അംഗരാജ്യങ്ങളാണ് ആസിയാനിൽ ഉള്ളത്. സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക വികസനം ലക്ഷ്യമിടുന്ന സംഘടനയാണ് ആസിയാനിൽ 11 അംഗരാജ്യങ്ങളാണ് ഉള്ളത്. G7 ഉച്ചകോടിയുടെ കാര്യം പറഞ്ഞു. ഗ്രൂപ്പ് ഓഫ് 7 അതാണ് G7. 2025 വേദി കാനഡയിലെ കനനാസ്കിസ് ആണ്. 2026 G7 വേദി ഫ്രാൻസിലെ എവിയാൻ ലെ ബെയിൻസ് ആണ് 2026 G7 ഉച്ചകോടിയുടെ വേദി. പിന്നെ പറഞ്ഞു ആസിയാന്റെ കാര്യം പറഞ്ഞു. അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻസ് എന്നതാണ് ആസിയാന്റെ ഫുൾ ഫോം. തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാനിലൂടെ ഉദ്ദേശിക്കുന്നത്. 11 അംഗരാജ്യങ്ങളാണ് ഇതിലുള്ളത്. 1967 ഓഗസ്റ്റ് 8 ഇത് നിലവിൽ വന്നത്. ഇന്തോനേഷ്യയുടെ തലസ്ഥാനമായിട്ടുള്ള ജക്കാർത്തയാണ് ആസിയാന്റെ ആസ്ഥാനം. 2025 ആസിയാൻ ഉച്ചകോടിയുടെ വേദി മലേഷ്യയിലെ കുആലാലംപൂർ. 26 വേദി ഫിലിപ്പീൻസ്. ഇനി AI ആക്ഷൻ ഉച്ചകോടിയെ പറ്റി നോക്കാം. AI ആക്ഷൻ ഉച്ചകോടി. ഇവിടെ 2025 AI ആക്ഷൻ ഉച്ചകോടിയുടെ വേദി ഫ്രാൻസിലായിരുന്നു 2025 AI ആക്ഷൻ ഉച്ചകോടി നടന്നത്. 2026 AI ആക്ഷൻ ഉച്ചകോടിയുടെ വേദി നമ്മുടെ ഇന്ത്യയാണ് 26 വേദി. ഇത്രയും കാര്യങ്ങളാണ് നോക്കേണ്ടത്. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട് നോക്കുമ്പം AI എല്ലായിടത്തും AI ആണ് ഉള്ളത്. എന്താണ് AI? AIയുടെ ഫുൾ ഫോം എങ്ങനെയാണ്? AI എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്നതാണ് AIയിലൂടെ ഉദ്ദേശിക്കുന്നത്.
AI എന്ന് പറയുമ്പം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. പിന്നെ നിങ്ങൾ UPI എന്ന് കേട്ട് കാണും. UPI 2025 ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണ് UPIയുടെ ഫുൾ ഫോമിനെ പറ്റി ചോദിച്ചിട്ടുണ്ടായിരുന്നു. UPIയുടെ ഫുൾ ഫോം എന്ന് പറയുമ്പം യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്. ഇതാണ് UPIയുടെ പൂർണ്ണരൂപം. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം UPI അതിൻ്റെ ഫുൾ ഫോമിനെ പറ്റിയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒട്ടുമിക്ക പേർക്കും ഇതിൻ്റെ ഫുൾ ഫോം അറിഞ്ഞുകൂടാന്നുള്ളതാണ് സത്യാവസ്ഥയായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെച്ചോളണം. 2025 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിട്ട് ഉണ്ടായിരുന്നു UPI എന്താണെന്നുള്ളതിനെ പറ്റി. യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ് എന്നതാണ് UPIയിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ Paytm എന്ന് നിങ്ങൾ കേട്ടാണ്. Paytm ഇന്ത്യയിലെ Paytmൻ്റെ ആസ്ഥാനം നോയിഡ എന്ന് പറയുമ്പം ഉത്തർപ്രദേശാണ്. UPI എന്താണെന്ന് പറഞ്ഞു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതും കൂടെ പറഞ്ഞു തരണത്. Paytmൻ്റെ ഇന്ത്യയിലെ ആസ്ഥാനം നോയിഡ എന്ന് പറയുമ്പോൾ അത് ഉത്തർപ്രദേശിലാണ് വരുന്നത്. 2010 Paytm വരുന്നത്. 2010. ഇപ്പം ഞാൻ ഈ വർഷം പറഞ്ഞല്ലോ, അതുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു 4-5 പ്രാവശ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചോദിച്ചൊരു കാര്യം പറഞ്ഞുതരാം. 2004 ഫേസ്ബുക്ക് വരുന്നത്. 2004 ഫേസ്ബുക്ക് സ്ഥാപിതമായത്. അതുപോലെ തന്നെ ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചിലപ്പം Paytm എന്നാണ് എസ്റ്റാബ്ലിഷ്ഡ് ആയെന്നുള്ള ചിലപ്പോൾ ചോദിച്ചാലായി. അതുകൊണ്ട് ഇത് പഠിച്ചു വെച്ചോളാം. 2010 Paytm ഇന്ത്യയിൽ വരുന്നത്. പിന്നെ UPI യൂണിഫൈഡ് പേയ്മെൻറ്റ്സ് ഇൻ്റർഫേസ്. ഇവിടെ UPI എന്നുള്ള ഈ സംഭവത്തിനെ പറ്റി +2 ലെവലിലുള്ള പരീക്ഷകൾക്കാണ് പ്രധാനമായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളത്. ഇപ്പം ഫയർമാൻ, ഫയർവുമൺ, CPO, WCPO ഇങ്ങനെയുള്ള പരീക്ഷകൾ നിങ്ങൾ എഴുതുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവൂ. ഇനി അടുത്തത് NATO ഉച്ചകോടിയെ പറ്റി നോക്കാം. NATO ഉച്ചകോടിയെ പറ്റി നോക്കുമ്പം എന്താണ് NATO? നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ. നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നുള്ളതാണ് നാറ്റോയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2025 NATO ഉച്ചകോടിയുടെ വേദി നെതർലൻഡ്സ്. 2025 വേദി നെതർലൻഡ്സ്. ആണ് 2025 വേദി. 2026 NATO ഉച്ചകോടിയുടെ വേദി തുർക്കിയുടെ ക്യാപിറ്റൽ ആയിട്ടുള്ള അങ്കാറയാണ് 2026 NATO ഉച്ചകോടിയുടെ വേദി. 2025 NATO ഉച്ചകോടിയുടെ വേദി നെതർലൻഡ്സ്, 2026 തുർക്കിയിലെ അങ്കാറ. പിന്നെ NATO ഇതിൽ ആകെ 32 അംഗരാജ്യങ്ങൾ ഉണ്ട്. 32 അംഗരാജ്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ 1949 NATO നിലവിൽ വരുന്നത്, സ്ഥാപിതമായത്. 1949 NATO സ്ഥാപിതമായത്. ഇതിൻ്റെ ആസ്ഥാനം ബ്രസൽസ്, ബെൽജിയം. ബെൽജിയമാണ് ഇതിൻ്റെ ആസ്ഥാനം. ഇനി അടുത്തത് UN കാലാവസ്ഥ ഉച്ചകോടിയെ പറ്റി നോക്കാം. UN കാലാവസ്ഥ ഉച്ചകോടി, ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നോക്കാം. 2025 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബെലം. ഓക്കെ, ഇത് സ്ഥിതി ചെയ്യുന്നത് ബ്രസീലിലാണ് ബെലം സ്ഥിതി ചെയ്യുന്നത്. 2025 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി ബെലം, ബ്രസീലാണ്. എങ്കിൽ 2026 UN കാലാവസ്ഥ ഉച്ചകോടിയുടെ വേദി അന്റാലിയ, തുർക്കി. എവിടെയാണ്? തുർക്കി.
മുകളിൽ അങ്കാറ തുർക്കിയുണ്ട്. അതെന്തിൻ്റെയാണ്? നാറ്റോയുടെ വേദിയാണ്. എങ്കിൽ ഇവിടെ കാലാവസ്ഥാ ഉച്ചകോടിയുടെ വേദി തുർക്കിയിലെ അന്റാലിയ. ഈ രണ്ട് കാര്യങ്ങൾ ഒന്ന് നോക്കി വെച്ചോളാം. UN കാലാവസ്ഥാ ഉച്ചകോടി 2025 വേദി ബെലം ബ്രസീലാണ്. 2026 വേദി അന്റാലിയ തുർക്കി. പിന്നെ കാലാവസ്ഥ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോഴത്തെ കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ കേന്ദ്രമന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു ഭൂപേന്ദർ യാദവ് പരിസ്ഥിതി വകുപ്പിൻ്റെ മന്ത്രിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഒന്നുകൂടെ ഞാനിപ്പം റിപ്പീറ്റ് ചെയ്ത് പറയുകയാണ്. ഇപ്പോഴത്തെ കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം, വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാനം എന്നിവയുടെ മന്ത്രിയാണ് ഭൂപേന്ദർ യാദവ്. പിന്നെ കാലാവസ്ഥ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അഡീഷണൽ കോഡ് ഞാൻ പറഞ്ഞുതരാം. മാർച്ച് 21 വനദിനം. മാർച്ച് 22 ജലദിനം. മാർച്ച് 23 കാലാവസ്ഥാ ദിനം. എങ്കിൽ മാർച്ച് 24 ക്ഷയരോഗ നിവാരണ ദിനം. ക്ഷയരോഗ നിവാരണ ദിനം. ഇവിടെ 4 കാര്യങ്ങളുണ്ട്. മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ നിവാരണ ദിനം. ഇത് നമുക്ക് എളുപ്പത്തിൽ കോഡ് പഠിച്ചു വയ്ക്കേണ്ടി പറ്റും. വനജല കാലക്ഷയം. വനജല കാലക്ഷയം. ഇതാണ് ഇതിൻ്റെ കോഡ്. 21, 22, 23, 24 എന്നീ 4 ദിവസങ്ങളുമായി ബന്ധപ്പെട്ട കോഡാണ് വനജല കാലക്ഷയം. വനജല കാലക്ഷയം. മാർച്ച് 21 വനദിനം, മാർച്ച് 22 ജലദിനം, മാർച്ച് 23 കാലാവസ്ഥാ ദിനം, മാർച്ച് 24 ക്ഷയരോഗ നിവാരണ ദിനം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. കാലാവസ്ഥാ ഉച്ചകോടി എന്ന് ഞാൻ പറഞ്ഞു. ഇതിനെ കോപ്പ് എന്നാണ് പറയുന്നത്. COP കോപ്പ്. കോപ്പ് 30 2025 കാലാവസ്ഥാ ഉച്ചകോടി. കോപ്പ് എന്ന് പറയുമ്പം കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് എന്നുള്ളതാണ് COP അതിലൂടെ ഉദ്ദേശിക്കുന്നത്. കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ്. PARTIES പാർട്ടീസ്. കോൺഫറൻസ് ഓഫ് ദ പാർട്ടീസ് എന്നാണ് COP അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ COP 30 എന്ന് പറയുമ്പം 2025 ഉച്ചകോടിയാണ് COP 30 എന്നറിയപ്പെടുന്നത്. എങ്കിൽ COP 31 എന്തായിരിക്കും? COP 31 അതാണ് 2026 കാലാവസ്ഥ ഉച്ചകോടി അറിയപ്പെടുന്നത്. ഇനി ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാം. ബ്രിക്സ്. ഇവിടെ 2025 ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി റിയോ ഡി ജനീറോ. റിയോ ഡി ജനീറോ ഉള്ളത് ബ്രസീലാണ്. നേരത്തെ ഞാൻ പറഞ്ഞ കാര്യം കൂടിയാണ്. ബ്രസീലിലാണ് റിയോ ഡി ജനീറോ ഉള്ളത്. 2026 വേദി ഇന്ത്യയിലാണ് 2026 ബ്രിക്സ് ഉച്ചകോടി വേദി. അതെന്ന് പറയുമ്പം 18ാമത് ഉച്ചകോടിയാണ്. 18ാമത്തെ ബ്രിക്സ് ഉച്ചകോടിയാണ് 2026 ഉച്ചകോടി. ഇതിൽ ആകെ 11 രാജ്യങ്ങളുണ്ട്. ഇപ്പോൾ നിലവിലെ അംഗസംഖ്യ എന്ന് പറയുമ്പം 11 രാജ്യങ്ങൾ. 11 അംഗരാജ്യങ്ങളാണ് ബ്രിക്സ് ഉച്ചകോടിയുടെ ടോട്ടൽ മെമ്പേഴ്സ്. അടുത്തത് ബിംസ്റ്റെക് ഉച്ചകോടി. ബിംസ്റ്റെക് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് മൾട്ടി സെക്ടറൽ ടി എന്ന് പറയുമ്പം ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ.
കോഓപ്പറേഷൻ. ഇതാണ് ബിംസ്റ്റെക് ഉച്ചകോടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുമ്പോൾ ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോർപ്പറേഷൻ. ഇതാണ് ബിംസ്റ്റെക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു സംഭവം ചോദിക്കാൻ സാധ്യത വളരെ കുറവാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഫുൾ ഫോം ഉണ്ടല്ലോ, ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്ന ഈ സംഭവം ചോദിക്കാൻ സാധ്യത കുറവാണ്. പിന്നെ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു പക്ഷേ ഇനി ഈ സംഭവം ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഡിഗ്രി ലെവൽ മെയിൻസ് പരീക്ഷകൾക്കാണ് ചോദിക്കാൻ സാധ്യത ഉള്ളത്. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി തായ്ലാൻഡ്. 2025 ബിംസ്റ്റെക് ഉച്ചകോടിയുടെ വേദി തായ്ലാൻഡ്. ഇവിടെ ബ്രിക്സിൻ്റെ കാര്യം പറഞ്ഞു. 2025 റിയോ ഡി ജനീറോയാണ് ഇതിൻ്റെ വേദി. 2026 18ാമത് ബ്രിക്സ് ഉച്ചകോടിയുടെ വേദി ഇന്ത്യയാണ്. 11 അംഗരാജ്യങ്ങളുണ്ട്. പിന്നെ ബിംസ്റ്റെക് പറഞ്ഞു, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ. അതാണ് ബിംസ്റ്റെക് ഉച്ചകോടിയിലൂടെ ഉദ്ദേശിക്കുന്നത്. 2025 വേദിയായിരുന്നത് തായ്ലൻഡ് ആണ്. ഇനി അടുത്തത് അന്താരാഷ്ട്ര ഗ്ലേസിയർ സംരക്ഷണ ഉച്ചകോടി. അന്താരാഷ്ട്ര ഗ്ലേസിയർ അഥവാ ഹിമാനി സംരക്ഷണ ഉച്ചകോടി. ഇതിൻ്റെ 2025 വേദി എന്ന് പറയുമ്പം തജിക്കിസ്ഥാൻ. ഈ ഒരു സംഭവം ഒന്ന് വരച്ച് അടയാളപ്പെടുത്തിയിട്ട് പഠിച്ചോളണം. അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ ഉച്ചകോടി അഥവാ ഹിമാനി എന്ന് പറയുമ്പോൾ അതിന് പകരമായിട്ട് ഗ്ലേസിയേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അന്താരാഷ്ട്ര ഹിമാനി സംരക്ഷണ ഉച്ചകോടിയുടെ 2025 വേദി ആയിരുന്നത് തജിക്കിസ്ഥാനാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നല്ലപോലെ നോക്കി വെച്ചോളണം. പിന്നെ ഇവിടെ വേദികളെ നമുക്ക് 3 തിരിക്കാൻ വേണ്ടി പറ്റും. കേരളത്തിലെ വേദികൾ, ഇന്ത്യയിലെ വേദികൾ, ലോകത്തിലെ വേദികൾ. അങ്ങനെ ഇതിൽ ലോകത്തിൻ്റെ വേദികൾ എന്ന ആ ഒരു ഭാഗമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത വരും ദിവസങ്ങളിൽ ഇന്ത്യ വേദികൾ, അതുപോലെ തന്നെ കേരളം വേദികൾ എന്നിവ ഈ 2 വീഡിയോസ് ഇനി വരുന്ന ദിവസങ്ങളിൽ ചെയ്തു തരാം. പിന്നെ ഈ വീഡിയോ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കണം. എങ്കിലേ ഇനിയും ഇതിനകത്തെ വീഡിയോസ് എനിക്ക് ചെയ്യാനുള്ള നല്ല താല്പര്യം ഉണ്ടായി വരുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.